നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ നിസാർ മാമുക്കേൻ്റെ മകനാണ്. ഞാനിന്നൊരു വിഷയം പറയാൻ വന്ന അത് എൻ്റെ മനസ്സിലൊരു സങ്കടവും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് നിലപാടാണ്, ഞാനത് പറഞ്ഞേ പറ്റുള്ളൂ. അതൊരു മതപരമായ കാര്യമാണ്. അത് പല പണ്ഡിതന്മാരും പല ഈ ഖുറാനെ പറ്റി നിരീക്ഷണം നടത്തുന്നവർ, ഇസ്ലാമിനെ പറ്റി നിരീക്ഷണം നടത്തുന്നവരൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ആരും ഒന്നും പറയണില്ല. ഞാൻ പറയാൻ പോണ വിഷയം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന നിസാർ മൗലവി, നിസാർ ബാഫക്കി അല്ലെങ്കിൽ മറ്റേ ഈ രീതിയിലൊക്കെ കളിയാക്കി പറയും. അത് കളിയാക്കി പറയില്ല, എൻ്റെ പേരിൽ കളിയാക്കി പറയും. നിസാർ മൗലവിൻ്റെ 10 ഇറങ്ങിയെന്നൊക്കെ പറയും. ആരെന്ത് പറയൽ എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം ഇത് പറയൽ നിർബന്ധ. എൻ്റെ പ്രവാചകന്, അള്ളാഹിൻ്റെ റസൂൽ പ്രവാചകൻ എന്താണോ പറയണത് എന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇങ്ങനാണോ പ്രവാചകൻ എന്ന് ചോദിക്കാനാണ് വന്നത്. ഞാനൊരു വീഡിയോ കാണിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വരുന്നത്. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. തൊലാക്ക് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാവലാ ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ ഇതെന്താണ് ഞാൻ പറയണെന്ന് വെച്ചാല്, ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഭർത്താവ് ഭാര്യനെ മൊഴി ചൊല്ലി റസൂലിനെ കെട്ടണമെന്ന് തോന്നിയാൽ ഒഴിവായി കൊടുക്കണമെന്ന്. എത്ര ആള് തയ്യാറാവുന്നെന്ന് പറഞ്ഞ് 26 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട് 3 ആൺകുട്ടികളുണ്ട്. സ്വസ്ഥമായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. അങ്ങനെ ഒരു പ്രവാചകനെ അല്ല അള്ളാഹ് ഇറക്കിയത് എന്ന് പറയാനാണ് ഞാൻ വന്നത്. അള്ളാഹ് പ്രവാചകൻ ഇറക്കിയത് എങ്ങനെ? നിങ്ങൾക്ക് പ്രവാചകൻ എന്താണെന്ന് ശരിക്കും അറിയോ? പഠിച്ചിട്ടാണോ പറയുന്നത്? ഞാൻ ഈ ഉസ്താദിനെ അപമാനിക്കാൻ വേണ്ടി പറയല്ല. എൻ്റെ വിഷയം എന്താന്ന് വെച്ചാൽ, വ്യക്തമായിട്ട് ഇസ്ലാമിനെ പഠിച്ച, ഖുറാനെ നിരീക്ഷിക്കുന്ന, ഇസ്ലാമിനെ നിരീക്ഷിക്കുന്ന പഠിക്കുന്ന ആളുകൾ ഇതിന് മറുപടി കൊടുക്കൽ നിർബന്ധമാണ്. ഈ വീഡിയോ അടക്കം ഒരുപാട് വീഡിയോകൾ, ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നബി ഒരു സ്ത്രീലംബടനായിട്ട് ഇങ്ങനെ പറയണ പോലത്തിലുള്ള ഒരുപാട് വീഡിയോസ്, ഒരു ഹദീസുകളും കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതാണ്. അതിനിപ്പോൾ ഒരുപാട് ആളുകൾ, യുക്തിവാദികൾ, ഇപ്പം ആരിഫ് ഹുസൈൻ ആയാലും അവരൊക്കെ പറയണം മുഹമ്മദ് എന്ന് കളിയാക്കണമൊക്കെ നമ്മൾ വഴി വെച്ചു കൊടുക്കണോണ്ടാണ്. നമ്മളിത് വഴി വെച്ചു കൊടുക്കാതെ ഈ തരത്തിലുള്ള ഈ വയലുകളും മതപ്രഭാഷണങ്ങളൊക്കെയാണ് ഇതിന് വഴി വെച്ചു കൊടുക്കുക. ഞാൻ ഈ ഉസ്താദിനെ കളിയാക്കി പറയല്ല. ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരു കാലഘട്ടത്തിൽ അരാജകത്വം വളർന്ന സൗദി അറേബ്യ പോലെയുള്ള രാജ്യത്ത് അടിമത്വം, ഈ സ്ത്രീകളെ ഒറ്റക്ക് കിട്ടിയാൽ എടുത്തു കൊണ്ടുപോവുക, വേറെ സ്ഥലത്ത് വിൽക്കുക, ഒറ്റപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ പിടിച്ചെടുത്ത് കൊണ്ടുപോവുക, കയ്യൊക്കെയുള്ള കാര്യക്കാരന്, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുള്ള സ്ഥലം ഇന്ത്യയിൽ അന്നില്ല. ഇന്ത്യയിലൊന്നും അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചൈനയിൽ അബൂവക്കാസും സഹാബാക്കളാണ് പോയത്. ചൈനയിൽ ഇന്നും പോയാൽ നേരാമണ്ണ് ഇംഗ്ലീഷ് പറയാൻ അറിയാത്ത ആളുകളുണ്ട്. ഞാൻ ചൈനയിൽ 2 തവണ പോയിരിക്കുന്നു. ഒരു തവണ 15 ദിവസവും, ഒരു തവണ 2 മാസവും താമസിക്കും. അപ്പൊ ചൈനയിലൊന്നും ഇംഗ്ലീഷ് പോലും പറഞ്ഞാൽ നേരാമണ്ണം പറയാറില്ല. ആ സമയത്തും ഇന്ത്യയിൽ ഈ ചേരമാൻ പെരുമാളിൻ്റെ അടുത്ത് നമ്മള് കൊടുങ്ങല്ലൂര് മാലിക് ദിനാറും 12 മുസ്ലിങ്ങളും സഹാബാക്കളും വന്നിട്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾ, ഹൈന്ദവ സഹോദരങ്ങൾ, ഞാൻ അത് ഒന്ന് പറയാൻ നിൽക്കുക. ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കളൊക്കെ ആയിട്ടുണ്ട്. ഓർക്കൊന്നും എൻ്റെ ഇതിൽ ഒരു ദേഷ്യം വരും. ഞാൻ എൻ്റെ മതത്തിൻ്റെ വർഗീയത പറയാനോ എൻ്റെ മതം വർഗീയമാണെന്ന് പറയാനോ ഒന്നും വരും. എൻ്റെ മതം ഒരു വേറിട്ട മതമാണ്. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് ഏകദൈവ വിശ്വാസമാണ്. പക്ഷെ മറ്റുള്ള ദൈവങ്ങളെ അവഗണിക്കാനോ പരിഹസിക്കാനോ പാടില്ല. മറ്റുള്ളവൻ്റെ വിശ്വാസത്തിനെ അവഗണിക്കാനോ പരിഹസിക്കാനോ പാടില്ല. ബഹുമാനിക്കണം, ആരാധിക്കരുത്. ഇയ്യാക്കൻ അഅ്ബുദു ഇയ്യാക്കൻ നസ്തഈൻ എന്ന് പറഞ്ഞ പോലെ, ഞാനൊരു പണ്ഡിതനൊന്നല്ല, എന്നാലും ഞങ്ങൾ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു, നിന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അന്ന് ഹൈന്ദവ സഹോദരങ്ങൾ ഈ കൊടുങ്ങല്ലൂരൊക്കെ വന്ന് മാലിക് ദിനാറും 12 ഉള്ള എല്ലാ സൗകര്യങ്ങളും, നിസ്കരിക്കാനുള്ള സൗകര്യം, വിവാഹം കഴിച്ചു കൊടുക്കണം, അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള, കച്ചവടം നടത്താനുള്ള സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ആതിഥേയത്വ മര്യാദ വ്യക്തമായി മലയാളികൾ അന്ന് കാണിച്ചതിൻ്റെ പക്ഷമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടായത്. അത് ലോകാവസാനം വരെ ബഹുമാനം കാണിക്കണം. എല്ലാ ഹിന്ദുക്കളോ അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനോ എല്ലാ മുസ്ലിങ്ങളോ തീവ്രവാദികളല്ല. ചില പറ്റം ആളുകൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറയാൻ വേണ്ടി വരുന്നത്, നബിനെ എന്തിനാണ് നിങ്ങളിങ്ങനെ മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കണതെന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ കൊടുക്കേണ്ട വ്യക്തിത്വമാണോ റസൂൽ എന്നാ ചോദ്യം.
എൻ്റെ ചോദ്യം, ആത്മീയത പ്രചരിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊടുത്തിട്ട് ആത്മീയത പ്രചരിപ്പിക്കാൻ 6 വയസ്സിൽ ജനിക്കണ മുന്നേ പിതാവ് മരിച്ച്, 6-ാം വയസ്സിൽ മാതാവ് മരിച്ച്, പിന്നെ വളർത്ത് കുടുംബത്തിൽ ബാപ്പൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ മക്കത്ത് പോറ്റി, ആ നാട്ടിൽ അല്ലമീന് വിശ്വസ്തൻ എന്നൊക്കെ പറഞ്ഞു 40 വയസ്സാകുമ്പോൾ പ്രവാചകത്വം കിട്ടുമ്പോൾ പിന്നെ അങ്ങോട്ട് ഞാൻ പറയാണ് ഒരു ദൈവമുള്ളൂ എന്ന്, അതിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് നടന്നതിൻ്റെ മുകളിൽ സ്വന്തം നാട്ടിൽ വിലക്ക് വന്ന് 5-10 കൊല്ലം അവിടെ താമസിച്ച് അവിടുന്ന് നാട് വിട്ട് മദീനത്തേക്ക് പോയി. 25-ാം വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ച് 50 വയസ്സാകുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച്. ഒരു 2-3 വർഷം കഴിഞ്ഞ് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ കെട്ടി. അപ്പോഴത്തെ വിഷയം 6 വയസ്സ് കെട്ടി 12. ആർക്കാണ് ഇതിന്റെ വിഷയം? 6 കെട്ടിയാൽ എന്താ, 13 കെട്ടിയാൽ എന്താ? ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ അള്ളാഹിലും വിശ്വസിക്കുന്നുണ്ട്, ഖുർആനിലും വിശ്വസിക്കുന്നുണ്ട്, 5 ഇസ്ലാം കാര്യത്തിൽ 6 ഈമാൻ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ വിഷയം? സ്വർഗത്തിലെ കാര്യങ്ങൾ 700 കിലോമീറ്റർ റൂമാണ്, അത്തരം മറ്റേ കിലോമീറ്റർ ഇത് ഉണ്ടാവും, അതുണ്ടാവും, ആനുണ്ടാവും, ചേനുണ്ടാവും, പെണ്ണങ്ങനെ. അപ്പൊ സ്വർഗം ഒരു വേശാലിയോ എന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന അവസ്ഥയിൽ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഇസ്ലാമിനെ എതിർക്കുന്നവർക്കും ഇങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് ഒരു സമാധാന മതത്തിനെ അള്ളാഹ് പറഞ്ഞയച്ചത് ഒരു ഖുറാനുമായി 40-ാം വയസ്സിൽ റസൂലിനെ ആത്മീയത പറയാൻ മാത്രമാണ് പറഞ്ഞയച്ച്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു മനുഷ്യൻ കാരണം മറ്റൊരു മനുഷ്യൻ നശിക്കാൻ പാടില്ല. ഒരു മനുഷ്യനെ സഹായിക്കണം. അയൽവാസി പട്ടിണി കിടന്നാൽ ഒരുപാട് ആളുകൾ പറയുന്ന പ്രസംഗ വയലുകളാ, അയൽവാസി പട്ടിണി കിടന്നാൽ ഞാൻ ഭക്ഷണം കഴിച്ചാൽ ഇസ്ലാമല്ല. ജോലി ചെയ്തോന്റെ തൊഴിലാളിയുടെ വിയർപ്പ് ഉണങ്ങണ മുന്നേ വേതനം കൊടുക്കുന്ന ആദ്യത്തെ തൊഴിലാളി നേതാവ് റസൂലാ. നല്ല ഭർത്താവാ. 25 വയസ്സ് കെട്ടി 50 വയസ്സിൽ ആദ്യ ഭാര്യ മരിക്കുക, പിന്നെ 53-ല് കെട്ടുക. പിന്നെ കെട്ടുന്ന കഥകളൊക്കെ നിങ്ങൾ എന്ത് കരുതിയിട്ടാ ഇങ്ങനെ അനാവശ്യമായിട്ട് കെട്ടിപ്പോയതല്ല. കെട്ടേണ്ട അവസ്ഥകളും ഒറ്റപ്പെട്ട പെണ്ണുങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തട്ടിക്കൊണ്ടുപോണ പെണ്ണുങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യത്തിലേക്ക് നീ കെട്ടിക്കോ ഈ കെട്ടിക്കോ എന്ന് പറയുമ്പോൾ അവരെ മൂപ്പര് മാത്രം ഒറ്റ കെട്ടില്ല, അങ്ങനെ കെട്ടുന്ന അവസ്ഥകളിൽ മാത്രം കെട്ടിയതാ, അല്ലാതെ അന്ന് പെണ്ണിട്ടാൻ. എന്നാൽ പോയത് ഞാനൊക്കെ പഠിച്ചത് പല നാണം കുടുങ്ങിയായിട്ട് ഇരുന്ന് ജീവിച്ചിരുന്നു എന്നാ. ഒരാളോട് കയർത്തു പറഞ്ഞില്ല, നിങ്ങൾ കയർത്തു പറഞ്ഞിട്ടില്ല എന്നാ പറയാം. എന്തൊക്കെയാണ് പറയുന്നത്? ഒരു ഭാര്യയും ഭർത്താവും വരുമ്പോൾ മൊഴിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താ? നബി അങ്ങനെ പറയും? അങ്ങനെ ഒരു പ്രവാചകനെ നമുക്ക് തന്നുകണം. ഞാനിതൊരു 5-10 അറിയേണ്ട സുഹൃത്തുക്കളോടും ഇസ്ലാമിനെ അറിയണോല്ലോ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ആളുകളോട് ഒരു വീഡിയോ തരാ വെച്ചപ്പോൾ ഇപ്പോൾ ഒരു പേടി, പല ആളുകളും തരാന്ന് പറഞ്ഞു. ഇങ്ങനെ റസൂല് പറയില്ല എന്നാ അവര് പറയണത്. ആര് ചോദിച്ചപ്പോഴും പറഞ്ഞ റസൂൽ ഇങ്ങനെ പറയില്ല എന്നാ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് റസൂലിനെ തിന്നാൻ ഇസ്ലാമിനെ തിന്നാൻ എന്തിനാ വെച്ചു കൊടുക്കുന്നത്? ഇതൊരു സമാധാനമുള്ള മതല്ലേ? ഇത് ആകെ പറയുന്ന ദൈവം ഏകനാണ്, മുഹമ്മദ് അള്ളാന്റെ റസൂലാണ്. 5 ഇസ്ലാംകാരും 6 ഈമാൻകാരും. അതുപോലും കൃത്യമായിട്ട് പറയാൻ അറിയാത്ത മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്, എനിക്കറിയണുണ്ട്. പിന്നെ വിവാഹ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഏതായാലും നിസാർ മൗലവി ആവും, എനിക്കറിയാം. ഇനി പറയണത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഇത് മക്കത്തുനിന്ന് ഓടിച്ച് മദീനത്ത് പോയി, പിന്നെ മദീനത്ത് ജീവിച്ച് എത്രമാത്രം കഷ്ടപ്പാടും സഹിച്ചത്. അന്നത്തെ അരാജകത്വത്തിനെതിരിലുണ്ടായ സാധനങ്ങൾ അന്നൊന്നും ഇന്ത്യയിൽ അതില്ലാന്ന്, മറ്റുള്ളവർക്കില്ല. നമ്മളിങ്ങനെ പറഞ്ഞ് പരത്തിട്ട് നബിദിനം ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കണം, മുജാഹിദുകൾ ആഘോഷിക്കേണ്ട, ഈ കെ ഉസ്താദിന്റെ വിഭാഗം ജിഫ്രി തങ്ങളെ വിഭാഗം ആരാധിക്കുന്നത് അതും ഒരു കച്ചറല്ല, ഒരു സമാധാനം. AP ഉസ്താദിന്റെ ടീം വേറെ ഇടുന്നുണ്ട്. നാട്ടുകാർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല. ഒരു മുള്ളു പോലും വഴിയെന്ന് മാറ്റിട്ട് ഗതാഗത തടസ്സം നീക്കാൻ തുനിഞ്ഞ പ്രവാചകന്റെ സമുദായം പിന്നെ നാട് മുഴുവൻ ബ്ലോക്കാക്കി നടക്കുക. അതൊക്കെ അവരെ ഇഷ്ട, സ്വതന്ത്ര, സ്വന്തം. എനിക്ക് അതിലൊന്നും പരാതിയില്ല. പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ പരാതി ഇല്ല. അത് നിങ്ങള് ആഘോഷിക്കാന്നോളി. എനിക്ക് വേണമെങ്കിൽ ആഘോഷിക്കാം, എനിക്ക് വേണമെങ്കിൽ ആഘോഷിക്കാതിരിക്കാം. അത് നബിദിനൊന്നും എൻ്റെ പ്രശ്നം. കൃത്യമായിട്ട് പറയാണ്, പ്രവാചകൻ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ലാളനെ കൃത്യമായിട്ട് കിട്ടാത്തൊരു പ്രവാചകനാണ്. ഇനി 7 മക്കളുണ്ട് ഖദീജ ബീവിയിൽ. 4 പെൺകുട്ടികളാ, 3 ആൺകുട്ടികളാ. ഈ 3 ആൺകുട്ടികളും 2.5-3 വയസ്സിന്റെ ഉള്ളിൽ മരിച്ചു പോയിക്കണം. അപ്പൊ ആ സുഖവും ഇല്ല. പിന്നെ സ്വന്തം നാട്ടിൽ നിന്ന് ഓടിച്ചു. അപ്പൊ ഇത് പറഞ്ഞത് ഇഖ്ലാസ് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാ? ഏത് ഒരു ദൈവങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറയാമെന്നത് ആത്മീയത മാത്രമാണ്. മറ്റുള്ളവനെ ഉപദ്രവിക്കരുത്, സഹായിക്കണം, സഹകരിക്കണം, എല്ലാവരായിട്ടും നല്ല രീതിയിൽ ജീവിക്കണം,
എല്ലാവരും വേർപ്പ് പറ്റിക്കണം, എല്ലാവർക്കും സന്തോഷം കൊടുക്കണം എന്ന് പറയാൻ വന്ന പ്രവാചകനെ പറഞ്ഞു വരുത്തുന്നത് എന്താന്ന് നിങ്ങൾ ഈ തരം ഹദീസുകളാണ്. ഹദീസുകൾ എന്ന് പറയുന്നത് ഈ തരം പ്രഭാഷണങ്ങളാണ്. ഇങ്ങനെ നടന്നു വരുമ്പോൾ മൊയ്യെല്ലാം വേണ്ടി പറയലോ, കണങ്ങാല് കണ്ട ഒഴിവാക്കാൻ പറഞ്ഞല്ലോ, കണ്ടവരൊക്കെ കല്യാണം കഴിച്ച് നടക്കാണല്ലോ. ഇവിടെ നാലും കെട്ടാൻ ഇസ്ലാമിൽ 4 കെട്ടാൻ ഒരുപാട് പറയാനുണ്ട്. അതൊന്നും നിങ്ങൾ വിചാരിച്ച പോലെയല്ല. ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞ അനാഥത്വനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം വേണ്ടൊരു വിവാഹം അറിയോ. അപ്പൊ അതിന്റെ ബാക്കിൽ പിന്നത്തെ ആയത്ത് വരുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ എങ്ങനെ ആഗ്രഹിച്ചാലും പറ്റില്ല എന്ന് അള്ളാഹ് പറയുന്നുണ്ട്, ഞാനല്ല. അപ്പൊ അങ്ങനെ ഒന്നും സാധിക്കൂല. ആദ്യത്തെ ഭാര്യ കോമയിൽ കിടക്കണോ അല്ലെങ്കിൽ തീരെ കിടക്കാതെ ഓള് പറയണം. നല്ല ആരോഗ്യമുള്ള കയ്യും കാലുള്ള ഭാര്യ ഉണ്ടാകുമ്പോ രണ്ടാമത്തെ കെട്ട ഇതെന്തിന്റെ സ്വഭാവം? ആണിന്റെ വികാരത്തിന് അള്ളാഹ് എങ്ങനെ അങ്ങോട്ട് തുറന്നു തരാ, എന്നൊരു പെണ്ണിന്റെ വികാരം എങ്ങനെയാണെന്ന് പറയാം. അങ്ങനെയൊക്കെ ഒരു ഇസ്ലാം ഉണ്ടോ? ഇല്ല, ഇസ്ലാം അങ്ങനെയല്ല. ഞാൻ പഠിച്ച ഇസ്ലാം അങ്ങനെയല്ല, ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം അങ്ങനെ. ഞാൻ ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ച, എനിക്ക് ആരോടൊരു ദേഷ്യം വെറുപ്പൊന്നും ഉണ്ടായിട്ട് പറയണതല്ല. ഇതുകൊണ്ട് ഞാൻ ആർക്കൊക്കെ ദേഷ്യം പിടിക്കും, എന്നോട് പണക്കം വരും, എനിക്ക് അപകടം വരുത്തോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ആരൊക്കെ പറയാതിരിക്കുന്നുണ്ട്, എന്തിനൊക്കെ ഭയപ്പെടുന്നുണ്ട് ഉണ്ടെങ്കിൽ പറയലും നിർബന്ധം. സ്വർഗത്തിനെ പറ്റി വേണ്ടത് പറയാം. ഭൂമിയിൽ നല്ലത് ചെയ്താൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് നന്മ ചെയ്താൽ സ്വർഗം തരും. സ്വർഗത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഭൂമിയിൽ എന്തിനെ നിശ്ചയിച്ചോ അതൊക്കെ സ്വർഗത്തിൽ ഉണ്ടാവും. സൂറത്ത് യാസീൽ പറയുന്നുണ്ട്, നിങ്ങളെ ഇണകളുമായി, ഭാര്യകൾ എന്നല്ല പറയും, ഇണകളുമായി ഉദ്യാനത്തിൽ ഇരിക്കും എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. ഞാൻ വലിയ പണ്ഡിതനൊന്നും എനിക്ക് അത്രമാത്രം അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഇങ്ങനെ വളരെ മോശമാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കറങ്ങുക. ഇത് പറഞ്ഞു പോണ ഉസ്താദുമാരോ അല്ലെങ്കിൽ പറയുന്ന ആളുകളോ ഇത് പിന്നെ കാണുന്നുണ്ട്, അറിയേണ്ടത്, ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കില്ല. ഞാൻ വളരെ വിഷമപൂർവ്വം സങ്കടപൂർവ്വം പറയാം, അങ്ങനെ ഒന്നും ഈ അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാമിനൊന്നും പരിഹസിക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കൊടുങ്ങല്ലൂര് മാലിക് ദിനാറും 12 ആളും വന്നപ്പോൾ ചേരമാൻ പെരുമാള് സ്വീകരിച്ചത് അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കൊടുത്ത സൗകര്യ. ഇന്നും ഇന്ത്യയിൽ 20% മുസ്ലിങ്ങളുള്ളൂ. കുറച്ച് വർഗീയവാദികൾ ഹിന്ദുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിലുണ്ടോ ഇല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും. പക്ഷെ കുറച്ചുണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു വിഭാഗം നമ്മളെ സഹായിക്കണമല്ലേ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പാർലമെന്റിൽ നിന്ന് മുസ്ലിം മന്ത്രിമാരുണ്ട്, എനിക്കറിയില്ല, ഇല്ലാന്ന് എൻ്റെ ധാരണ. എന്നിട്ട് ഇന്ത്യയിൽ നമ്മൾ ജീവിക്കില്ലേ? ഉണ്ടോ? അപ്പം ഇത് നമ്മളെ ഹിന്ദുക്കൾ ബുദ്ധിമുട്ടിച്ചിട്ടോ ഒന്നല്ല. ഞാൻ ആദ്യമേ പറയണേ, എൻ്റെ ഹിന്ദു ക്രിസ്ത്യാനി മറ്റുള്ള മതങ്ങൾ നമ്മളെ ചുറ്റിലുമില്ല. അങ്ങനത്തെ സുഹൃത്തുക്കളൊന്നും എന്നെ വിഷമം കരുതരുത്. ഒരു വേദന ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഒരു വേദന പറയും. ഞാൻ കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ ആലോചിച്ച് നിന്നൊരു കേസാണ്. ഞാൻ ഒരുപാട് ആളുകൾ വിളിച്ച് സംസാരിച്ച. അപ്പം ഞാൻ അവരോട് ചോദിച്ചൊരു ബൈറ്റ് തരുമോ, ഞാനൊന്ന് ഇങ്ങനെ പറയട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടുണ്ടോ? മറ്റുള്ള മതസ്ഥർക്ക് നബിനെ, പ്രവാചകനെ നമ്മൾ മോശമാക്കി ഇട്ട് കൊടുക്കണോ, തിന്നാൻ വെച്ച് കൊടുക്കണോ, ഇസ്ലാമിന്റെ തിന്നാൻ വെച്ച് കൊടുക്കണം? ഇസ്ലാം ഇതാണോ? അല്ല, ഇസ്ലാം സമാധാനമാണ്. പ്രവാചകൻ ആത്മീയത പറയാൻ വന്ന, പ്രവാചകൻ പെണ്ണുപിടിക്കാൻ വന്നതല്ല. അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല. പ്രവാചകൻ ആത്മീയത പറയാം, മനുഷ്യനെ നന്നാക്കാൻ, മനുഷ്യന്റെ നന്മ പറയാൻ വന്ന. ഇന്ന് ഇന്നോട് ചോദിച്ചാൽ എന്താണോ നന്മ, നിങ്ങളോടും ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയണം നന്മ. അതിന്റെ 10 ഇരട്ടി മാറ്റിൽ കൃത്യമായി ജീവിച്ച് കാണിച്ച് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നതാ. ഇനി ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞാൽ, ഞാൻ പഠിച്ചെന്താ, ശ്രീകൃഷ്ണൻ ഒരു കംസന്റെ അമ്മാവന്റെ കൊട്ടാരം പിടിച്ചടിക്കുക, നാട് പിടിച്ചടിക്കുക, അവിടെയുള്ള 12,000 പെണ്ണുങ്ങളെ, സ്ത്രീകളെ മോചിതരാക്കി നാട്ടിൽ വിട്ടപ്പോ കംസന്റെ ഇതിൽ നടന്നതല്ലേ എന്ന് ഒരു ചീത്തപ്പേര് ഈ സ്ത്രീകൾക്ക് വരുന്നൊരവസ്ഥ വരുമ്പോൾ, ആ 12,000 സ്ത്രീകൾക്കും ഭാര്യാ പദവി കൊടുത്ത് ബഹുമാനിക്കാൻ ദയ കാണിച്ച ആളാ ശ്രീകൃഷ്ണൻ എന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ ആ മതം അങ്ങനെ പഠിച്ചു പോയ ആളല്ല. 12,000 സ്ത്രീകൾക്കും ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തതാ? ശ്രീകൃഷ്ണ വിഷ്ണുവിന്റെ 10ൽ അവതാര ശ്രീകൃഷ്ണൻ. അപ്പൊ ഈ അവതാരം അത് എന്നെ സംബന്ധിച്ചോ ഞാൻ പ്രവാചകൻ എന്നാ പറയാ, ദൈവം എന്ന് ഓർക്ക് പറയാം. പക്ഷെ എനിക്കിഷ്ടമാണ്, ഞാൻ അവഹേളിക്കുന്നില്ല, ബഹുമാനിക്കുന്നുണ്ട് നന്നായിട്ട്. ആരാധിക്കുക എൻ്റെ അള്ളാനെ മാത്രമാണ്. ഞാൻ ശ്രീകൃഷ്ണനായാലും വിഷ്ണുവിനായാലും, ഇനി ബ്രഹ്മാവുണ്ട്, ശിവനുണ്ട്, പരമശിവനുണ്ട്, വിഷ്ണു ഉണ്ട്, ഇതൊക്കെ ബഹുമാനിക്കും ഞാൻ. എനിക്കാരും എതിർപ്പില്ല. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ബഹുമാനിക്കുന്ന ദൈവങ്ങളാ. അത് ഞാനും തന്നെ ബഹുമാനിക്കും. ആരാധിക്കണ്ട, നമ്മളതിലൊന്നും പങ്കെടുക്കാൻ വേണ്ട. ഓണത്തിന് ഭക്ഷണം കഴിക്കാൻ പോണതിന് പ്രശ്നങ്ങൾ, അതിങ്ങനെ വലിയൊരു ചർച്ചാ വിഷയം. പല വയലുകളിലും താടിച്ചിങ്ങനെ നടക്കുക. എൻ്റെ ഭാര്യ പറയുകയാണെങ്കിൽ എനിക്കത് കല്യാണം കഴിക്കാനും, എങ്ങനെ പെട്ടെന്നൊരു കല്യാണം കഴിക്കുക,
ഭാര്യമാർ ഓർക്കട്ടെ അള്ളാന്റെ റസൂലിന്റെ കടം ഇതിങ്ങനെയും 4 എണ്ണം കെട്ടണം. അങ്ങനെ ഒരു 4 എണ്ണം കെട്ടാനുള്ള ഒരു പരിപാടി പറയില്ല. ആദ്യ ഭാര്യ സമ്മതിക്കാതെ നിങ്ങൾ വേറൊരു പെണ്ണിനെ 2 തവണ ഒരേ പെണ്ണിനെ 2 പെണ്ണിനെ ഒരുപോലെ സമമായിട്ട് നിങ്ങൾക്ക് പോറ്റാം. ഓരോ എന്താ ചെയ്യാ, ചെലവ് കൊടുത്ത് കൃത്യമായിട്ട് പോറ്റിയെടുക്കാം, നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ കെട്ടാ എന്നൊരു പദ്ധതി ഇസ്ലാമിൽ ഇല്ല. കൃത്യമായിട്ട് പറയാനില്ല. ആദ്യ ഭാര്യനെ വിശ്വാസ വഞ്ചന നടത്തി കുറ്റം വേറെ കൊടുക്കൂ. രണ്ടാമതൊരു ഭാര്യ അനാഥ സംരക്ഷണത്തിന് അവർ അനാഥനെ സംരക്ഷിക്കുന്ന ഓർക്ക് ചെലവിനെടുത്താൽ പോരെ, അതിനെ കെട്ടിപ്പോറ്റണോ? അങ്ങനെ ആ പെണ്ണിനെ നാട്ടുകാർ കൊണ്ടുപോകും, കൊത്തിപ്പറിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ കൊണ്ട് കെട്ടിട്ട് പോറ്റാം. അപ്പൊ നിങ്ങൾ ആദ്യ ഭാര്യന്റെ എന്ത് വേണം? സമ്മതം വേണം. വിശ്വാസവഞ്ചന പിന്നെ നടക്കൂ. എന്നിട്ട് 4 എണ്ണം കെട്ട അന്നൊരു സംവിധാനം ഉണ്ട് അങ്ങനെ. അതുകൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ച അന്ന് ആ സംവിധാനത്തിൽ അതങ്ങനെ സംഭവിച്ച അതിന്റെ മുകളിൽ കേറിയിട്ട് എന്ത് ചെയ്യണ്ട, താങ്ങി പിടിച്ചിട്ട് ഭാര്യ കല്യാണം കഴിക്കുക. എന്നിട്ട് മര്യാദയ്ക്ക് മക്കളെ പ്രസവിച്ച് പോറ്റ ഭാര്യനെ അങ്ങോട്ട് ഒഴിവാക്കുക. സഹിക്കാൻ പറ്റൂല എന്ന്. ഭാര്യക്ക് വേറൊരു ഭർത്താവ് ഉണ്ടായാലും ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞ ഇസ്ലാം അല്ല ഇസ്ലാം. ഇന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വരണ്ട. എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. കുറെ ദിവസമായി ഉറക്കം കിട്ടാതെ പറയാൻ വന്നതാ. ആരൊക്കെ സ്വീകരിച്ചാൽ ആരൊക്കെ എതിർത്താലും എന്റെ പ്രശ്നം ഈമാങ്കർ ഇസ്ലാം കൃത്യമായി സ്വീകരിക്കും. എനിക്ക് സൗകര്യപ്പെടുമ്പോൾ എന്റെ കടബാധ്യതകൾ എനിക്കുണ്ട്. കടബാധ്യത കഴിയുമ്പോൾ ഞാൻ ഹജ്ജിന് പോകും. അള്ളാഹിനെ വിശ്വസിക്കുന്നുണ്ട്. മലായിക്കത്തിലും കിതാബിലും അംബിയാ മുർസലിലും ഒക്കെ ഞാൻ 5ഉം 6ഉം കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഖുറാനും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് ഹദീസുകൾ, സഹിഹായ ഹദീസുകൾ വിശ്വസിക്കുന്നുണ്ട്. വളരെ മോശപ്പെട്ട ചില പ്രസംഗങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇന്ന ആരും മോശക്കാർ ഇതില് അടിച്ച് ഇങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന അടിമകളുണ്ട്. ഓരെ ഞാൻ ഒഴിവാക്കി പറയാം. ഓരോന്നും ഇതിൽ കാണണ്ട, കേക്കണ്ട, എന്നെ എതിർക്കണ്ട, എന്നെ തല്ലാനും കൊല്ലാനും വരണ്ട. ഞാൻ കുട്ടികളായിട്ട് മര്യാദയ്ക്ക് ജീവിക്കണം. ഞാൻ പറയുന്നത് ഇന്നെ പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹിന്റെ റസൂലിനെ എന്ത് ചെയ്യുന്നുണ്ട്? പൂജിക്കുന്നുണ്ട്. അള്ളാഹിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഭംഗം വരുത്തത് ഒരുപാട് ബേജാറുകൾ ഉണ്ടാക്കുക, മറ്റുള്ളവർ തിന്നാൻ കൊടുക്കണം. യുക്തിവാദികൾ പറഞ്ഞോട്ടെ, ഓരോ വിവരത്തിലും ബുദ്ധിയില്ല, അല്ലെങ്കിൽ ഓർക്ക് ഓരോതായിട്ടുള്ള കാര്യങ്ങൾ പറയണം. സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇന്ത്യ രാജ്യത്ത്. എനിക്കിത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എത്ര ഇപ്പം മറ്റേ CH മുസ്തഫ മൗലവി ഒരു വശം പറയണ്, വേറെ ആള് വേറൊരു വശം പറയണ്. അതിനൊക്കെ മാറ്റി. ഇതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം അനാവശ്യമായിട്ട് വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കി മറ്റുള്ളവരുടെ അടുത്തേക്ക് റസൂലിനെ വേണ്ടാത്തത് പറഞ്ഞ് പരത്താൻ റസൂൽ ഒരു പെണ്ണുപിടിയനാന്ന് പറയുന്ന രീതിയിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് എതിർക്കാൻ ഞാൻ. അത് മാത്രമാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നെ വിളിച്ചിട്ടോ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ബന്ധപ്പെട്ടിട്ടോ എനിക്കൊരു ബൈറ്റ് തരാണ്, നിങ്ങളൊക്കെ ബൈറ്റ് തരണം. ഇതിനെ എതിർത്ത് തന്നെ പറയണം, ഇതിനില്ലാതാക്കണം ഈ തരം ശത്രുതാ മനോഭാവത്തിന്. ഇസ്ലാം പേടിക്കേണ്ട ഇസ്ലാമോഫോബിയ അങ്ങനെ ഒരു സാധനമില്ല. ലവ് ജിഹാദ് ഇല്ല. ഇസ്ലാം ഒരു ശത്രുവല്ല. ഇസ്ലാം ഒരു നാട്ടിന്റെ ശത്രുവല്ല, ഒരു വിഷയമല്ല. ഞങ്ങളോട് പറയാ അങ്ങനെയല്ല, സമാധാനമാണ്, ആത്മീയതയാണ് ഇതിന്റെ പ്രശ്നം. നിങ്ങളൊക്കെ പഠിച്ച ഇസ്ലാം തന്നെ ഞാൻ പഠിച്ചു. ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ആൾ തന്നെയാണ്. എന്നെ എതിർപ്പില്ല. അപ്പൊ ഇന്നെ എതിർക്കാൻ വരരുത്. പറയാനുള്ളത് പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് ആളോട് ചോദിച്ചിരിക്കണ്. ഞാനിപ്പോഴും കൃത്യമായിട്ട് പറയാണ്. അള്ളാഹിന്റെ റസൂലിനെ 40-ാം വയസ്സിൽ നുബുവത്ത് കൊടുക്കുന്ന വരെ ആ വളരെ മുത്തുപോലത്തെ മോനായിട്ട് ആ നാട്ടിലെ സർവ്വചരാചരങ്ങൾക്കും പ്രിയപ്പെട്ടവനായിട്ട് വളർന്ന അള്ളാഹിന്റെ റസൂൽ, എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അങ്ങോട്ട് 23 വർഷം നുബുവത്തിന് ശേഷം 23 വർഷം ജീവിച്ചത് കൃത്യമായി ആത്മീയത പറയാനാ, നല്ല വിഷയങ്ങൾ പറയാനാ, നന്മ പറയാനാ. 6-ാം വയസ്സ് കെട്ടി ഞാൻ 13 വയസ്സിൽ നിന്നാണ് പഠിച്ചതൊക്കെ. 6-ാം വയസ്സിൽ നിന്ന് പിന്നെ അതിനെ ന്യായീകരിക്കാൻ ആളുകൾ. അപ്പൊ ഞാൻ പറയണത് എന്താ, 6-ലോ 18-ലോ 20-ലോ എന്നുള്ള വിഷയം അതൊക്കെ ഹദീസുകളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ 10ഉം 18ഉം ആയിഷ റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചൊക്കെ അള്ളാഹിന്റെ റസൂല് ആയിഷ റളിയല്ലാഹുവിനെ, അതായത് ഖദീജ ബിബി റളിയല്ലാഹുവിനെ മരിച്ചപ്പോൾ 50 വയസ്സ് റസൂലിനാകുമ്പോൾ ആദ്യ ഭാര്യ മരിക്കുമ്പോൾ, ആദ്യ ഭാര്യ എന്നൊക്കെ ഞാൻ മറ്റുള്ള ഹൈന്ദവ സഹോദരങ്ങളോ മറ്റുള്ളവർ കേൾക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. മരിക്കുമ്പോൾ ഇവരോട് പറയാണ് എന്ത്, ഒരു 2-3 വർഷം കഴിഞ്ഞ ശേഷം ഒരു വിവാഹം കഴിക്കണ്ടേ മുഹമ്മദിന് റസൂലിന് എന്ന് പറയാ. അങ്ങനെ അബൂബക്കറിന്റെ മോളെ കെട്ടട്ടെ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മോളെ കെട്ടട്ടെ, ആയിഷ റളിയല്ലാഹുവിനെ കെട്ടട്ടെ എന്ന് ചോദിക്കുക. അങ്ങനെ അതിലേക്ക് എത്തുമ്പോൾ ഒരു സഹാബി സംസാരിക്കുമ്പോൾ വേറൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്, അതെന്തെങ്കിലും ഒന്ന് വിവരം പറയട്ടെ എന്ന് പറയാം. അപ്പോ മുഹമ്മദ് നബി പ്രവാചകൻ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഒറ്റ സുഹൃത്ത് ആദ്യ ഇസ്ലാം മതം റസൂലിനെ കണ്ട് സ്വീകരിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണത്, അബൂബക്കറാ പറയണത് എന്ത്,
ഒന്ന് കാത്തു നിൽക്കണം, വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പൊ അവർക്ക് മതാചാര പ്രകാരം ഇങ്ങനെ പാടില്ല, അങ്ങനെ ആയിഷ ജീവിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റിപ്പോകുമ്പോൾ പിന്നെ നബി കെട്ടുക. വിവാഹപ്രായം പൂർണ്ണമായിട്ടായിട്ട് കെട്ടുക. 6 വയസ്സിലൊന്നും ഒരു പെണ്ണിനെ ആർക്കും കെട്ടാൻ കഴിയില്ല. 6 വയസ്സിൽ പൈത മക്കളൊക്കെ ആര് കെട്ടു? പറയണ നിങ്ങൾക്ക് യുക്തിവാദികളായി നിരീശ്വരം എന്ത് കുന്തായി, യുക്തിവാദോ നിരീശ്വരം എന്ത് പിന്നെ പറയണ നിങ്ങൾക്ക് ഒരു ചെറിയ യുക്തി നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ദൃഷ്ടാന്തൊക്കെ പോട്ടെ, ചിന്തിക്കണതൊക്കെ പോട്ടെ, അവനവനായിട്ടുള്ള വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് പറയാൻ സാധിക്കണ്ടേ? അതല്ലേ നമ്മളൊരു ബുദ്ധി അങ്ങനല്ലേ വരാ? നിങ്ങളൊരു മനുഷ്യനെ പറ്റി ആലോചിച്ച് നോക്കി, ഹാർട്ടിന്റെ ഒക്കെ ഒരു ഭംഗി, ഇങ്ങനെ ഹൃദയം ഉണ്ടാക്കിയ ഒരു ഭംഗി, വൃക്കന്റെ വേറെ എന്നാൽ എല്ലാം ഒരേ മാതിരി ഉണ്ടാക്കിയല്ലോ. കരള് വേറൊരു കോലത്തിൽ, ഓരോ സാധനങ്ങളും, ഓരോ ഇന്റേണൽ ഓർഗൻസ്, ഓരോ ആന്തരിക അവയവങ്ങളും അതിനെ ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ ഒരു ശക്തി ഉണ്ടെന്ന് ഉറപ്പ്. ലോകത്ത് ഒരു ശക്തി ഉണ്ടെന്ന് ഉറപ്പാ. അത് ബ്രഹ്മാവിന് ഒരൊറ്റ പ്രതിഷ്ഠ ഉള്ളൂ, പുഷ്കർല, അജ്മീറിന്റെ അടുത്ത രാജസ്ഥാനിൽ. യഹൂദര് ജൂതമത അതിന് അലാഹ എന്ന് പറയും, ക്രിസ്ത്യാനികൾ യഹോവ എന്ന് പറയും, ഹിന്ദുക്കള് ബ്രഹ്മാവ് എന്ന് പറയും, നമ്മൾ അള്ളാഹ് എന്ന് പറയും. ഒരു ശക്തിയെ ഒരു ശക്തി ലോകത്തിന് പ്രപഞ്ചത്തിനുള്ളൂ. അങ്ങനെ ആണെങ്കിൽ ഈ ഷൗക്കത്ത് അലി ഇത് പറഞ്ഞ പോലെ പറയുന്നത് എന്താ പറയുന്നത്, അങ്ങനെ ഉണ്ട് എന്ന് വെക്കാം. അങ്ങനെ ആണെങ്കിൽ ആ ദൈവം ഇറക്കിയതല്ല ഈ സാധനങ്ങളൊക്കെ പറയണത് ഇങ്ങനെ വരുന്നത് കൊണ്ടാ. നമ്മൾ വളം വെച്ച് കൊടുത്ത് നമ്മളിത് പറയാനുള്ള സൗകര്യം വെച്ച് കൊടുക്കുക പാടില്ല എന്നാ ഞാൻ പറയണത്. നമ്മള് തീർത്ത് ഇസ്ലാം സമാധാനമാണ്, ആത്മീയത പറയാൻ വേണ്ടി വന്നതാണ്, ഏകനാണ് ദൈവം എന്ന് എല്ലാവർക്കും അറിയും പോലെ പറഞ്ഞതാണ്. മനുഷ്യന് എല്ലാ ജീവികളെയും സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും നന്മ ചെയ്തും ജീവിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. നാട് മുഴുവൻ നടന്ന് പെണ്ണെട്ടാൻ റസൂല് ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ റസൂല് നടന്നിട്ടില്ല. സാഹചര്യങ്ങൾ അന്നത്തെ ഉണ്ടായതാ. അതുകൊണ്ട് ഈ തരം ഇതൊക്കെ നമ്മളെ പണ്ഡിതന്മാരോ നമ്മളെ ആളുകളോ വിവരമുള്ളവരോ ഇത് നിരീക്ഷണം നടത്തുന്ന ആളുകളൊക്കെ ഇതിനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നെ തല്ലാനും കൊല്ലാനും വരരുത്. ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം, ഇസ്ലാമിന്റെ എല്ലാ രീതികളും എല്ലാ വിശ്വാസവും എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ ഇന്നെ ഉപദ്രവിക്കാൻ വരരുത്. ഞാനിതൊരു അപേക്ഷയായിട്ട് പറയാം. എൻ്റെ അഭിപ്രായം ഇതിലുള്ളവരുണ്ടെങ്കിൽ കമന്റ്, ഇത് അടിമപ്പെട്ടവർ എന്ത് തമ്മാർത്തരം പറഞ്ഞാലും അതിനെ അനുകൂലിക്കുന്ന അടിമകൾ ഇന്നെ വന്നിട്ട് ചീത്ത പറയാൻ ഈ കമന്റിൽ ചീത്ത വരാൻ നിൽക്കരുത്. അപ്പൊ അടുത്ത കണ്ടന്റ് എനിക്കാവും, അതിന് നിങ്ങൾ നിൽക്കരുത്. ഞാൻ അടുത്ത വീഡിയോ ചെയ്യാനുള്ള സാഹചര്യമാവും, അതിന് നിങ്ങൾ നിൽക്കാൻ പാടില്ല. വ്യക്തമായിട്ട് പറയാണ്, ഇത് കൃത്യമായി കണ്ട് പഠിച്ച് ക്ലിയർ ആയിട്ട് ആരെങ്കിലും ഒരു ബൈറ്റിംഗ് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഞാൻ നിർത്താണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.